നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 3 ദിവസമായിട്ട് ഡ്രസ്സ് മാറുന്നില്ലേന്ന് ഓർക്കരുത്. ഞാൻ ഒറ്റ ദിവസം ഇരുന്ന് വീഡിയോ എടുക്കുന്ന കേട്ടോ. എനിക്ക് തന്നെ ഒരു ഇതുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരിത്. ഇന്ന് ഞാൻ കാണിക്കുന്നില്ലേ നമ്മുടെ സെമി ലിനനിൽ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കളറാണ്. ഈ കോമ്പിനേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ബേൺഡ് ഓറഞ്ച് ഇപ്പോഴത്തെ ഹിറ്റായിട്ടുള്ളത്. സെമി ലിനൻ്റെ സ്റ്റഫിൽ വന്നിരിക്കുക, അതും ജെറ്റ് ബ്ലാക്കിൽ. ഈ ഒരു കോമ്പിനേഷൻ ജെറ്റ് ബ്ലാക്കാണ് ബോഡിയെ പോകുന്നത്. എന്നിട്ട് അതിൽ ഈ ഒരു ഈ ഒരു ബേൺഡ് ഓറഞ്ചിൻ്റെ ഡിസൈൻ, അത് പല ഡിസൈനിൽ വരുന്നുണ്ട്, അത് കാണിക്കാം. എന്നിട്ട് സൈഡിൽ ഒരു സിൽവർ അല്ലെങ്കിൽ സിൽവർ കളറിലുള്ള എന്താ പറയുക ബോർഡർ വരുന്ന സാരി. ഇനി മുന്താണിയും കൂടെ കാണിക്കാം കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാം, ലിനൻ യൂസ് ഇല്ലാത്തവരുടെ ശ്രദ്ധയ്ക്ക്. ലിനൻ യൂസ് ചെയ്തിട്ടില്ലാത്തവർ ഇത് ഒരു കാരണവശാലും നിങ്ങൾ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉടുത്താൻ ഭയങ്കര ഭംഗി. ഇത് ക്രൈപ്പ് ജോർജറ്റി വന്നിട്ടുണ്ട്, ഒത്തിരി പേര് മേടിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ലിനൻ സെമി ലിനൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റഫിൽ ഇത് ആദ്യമായിട്ട് വരിക. അപ്പം നിങ്ങളിത് ഉപയോഗിക്കുമ്പം നിങ്ങൾ മഴയത്ത് ഉടുത്തുകൊണ്ട് പോകരുത്, നിങ്ങൾ സ്വന്തമായിട്ട് വാഷ് ചെയ്യരുത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഈ ഒരു സാരി ഇടും. വലിയ റേറ്റ് ഒന്നുമില്ല, ഏതാണ്ട് 1299 അത്ര റേറ്റേ ഉള്ളൂ. പക്ഷെ കിട്ടുന്ന ആ ഒരു ഗെറ്റപ്പ് എന്ന് പറയുന്നത് ഭയങ്കര. ഇത് കണ്ടോ, ഇത് ഉണങ്ങുന്നത്, ഇത് മുഴുവൻ ഹാൻഡ് ബ്ലോക്കാണ്. ഇത് ഞാൻ കാണിക്കാൻ വേണ്ടി തന്നെ എടുത്തതാണ്. ഇത് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ട് ലിനനാണ്, പുല്ലിലിട്ടാണ് ഉണങ്ങുന്നത്. നമ്മൾ മെഷീനിൽ വിട്ടല്ല ഉണങ്ങുന്നത്, പുല്ലിലിട്ട് ഉണങ്ങുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ പൊടി പോലെ വരും. ഈ പൊടി ഒന്നുമില്ല, ഇത് തട്ടിക്കളഞ്ഞാൽ പോകുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ഇപ്പോൾ ഈ പൊടി വേണമെങ്കിൽ നിങ്ങളെ കാണിക്കാതിരിക്കാം. കാണിച്ച എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പ്യുവർ ഹാൻഡ് ബ്ലോക്ക് നാച്ചുറൽ ഡൈ ആണ് എന്ന് കാണിക്കുന്നത്. നാച്ചുറൽ ഡൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിദത്തമായ സാധനങ്ങൾ കൊണ്ട്, കെമിക്കൽ ഡൈയിങ് അല്ല, പ്രകൃതിദത്തമായിട്ടുള്ള. ഇപ്പം എന്നാ പറയുന്നത്, ഉദാഹരണത്തിന് റെഡ് എടുക്കണമെങ്കിൽ ബീട്രൂട്ട്, പോമഗ്രാനൈറ്റ്, ഇങ്ങനത്തെ സാധനങ്ങൾ ഇതെടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കെമിക്കലും കൂടെ ആഡ് ചെയ്താണ് അത് ഡൈയിങ് നടന്നത്. അങ്ങനത്തെ പ്രോസസ്സിങ്ങിൽ കൂടെ ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് പുല്ലിലിട്ടാണ് ഉറങ്ങുന്നത്. എല്ലാം നാച്ചുറലാണ്. അപ്പം അങ്ങനത്തെ ഒരു ചുരിദാർ. ഇനി അതിൻ്റെ അടുത്ത പ്രിൻറ്റ് സാരി കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വേറെ സാധനം കാണിച്ചുകൊണ്ട് ഞാൻ സാരിയുടെ കാര്യം പ്രത്യേകിച്ച് പറയുന്നു. അയ്യോ, ഇതൊന്നും നേരത്തെ വെച്ച് കാണിച്ചില്ല. ഇത് ആദ്യത്തെ പ്രിന്റ്, ഞാൻ ഫസ്റ്റ് കാണിച്ചത് തന്നെ. ഇത് നല്ല ഭംഗിയായിട്ടോ, ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും. ഞാനിത് ഷോപ്പിലേക്ക് സത്യം പറഞ്ഞാൽ വന്നിട്ട് ഇത് ബാർകോഡിങ് നടത്തി ഷോപ്പിലേക്ക് വെക്കുന്നതിന് മുന്നേ ഓൺലൈനിൽ കാണിക്കാൻ വേണ്ടി കുറച്ചെണ്ണം എടുത്ത. നല്ല ഭംഗിയില്ലേ, നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് സൂക്ഷിക്കാൻ ഒരൊറ്റ കാര്യമുള്ളൂ. ഇത്രയും ഇതായിട്ടുള്ള സാധനമാകുമ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് സൂക്ഷിക്കണം. സ്റ്റാർച്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ, അതേ ഞാൻ പറയുള്ളൂ. സ്റ്റാർച്ച് ചെയ്യണോ, ചെയ്യണ്ട, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. സത്യത്തിൽ ഇത് സ്റ്റാർച്ച് ചെയ്യുന്നതല്ല, കാരണം സെമി ലിനനാണ്. അടുത്ത പ്രിന്റ് സെയിം അല്ലല്ലോ അല്ലേ, അടുത്ത പ്രിന്റിങ്ങിനെ. പിന്നെ ഇതൊക്കെ നിങ്ങൾ നോക്കുമ്പം അവിടെ ഇങ്ങനെ ചിലതിൽ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഇത് കണ്ടോ, ഇത്രയും പാതൊരു പ്രിന്റ് പിടിച്ചിട്ടില്ലേ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നു. ഈ ഹാൻഡ് ബ്ലോക്കാണ്, നമ്മൾ സീല് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്ത് പോവുക. അപ്പോൾ ഒരിക്കൽ സീൽ ചെയ്ത് തന്നെ മണ്ടയിൽ ഓവർ ലാപ്പ് ചെയ്ത് സീൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടത് ആണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇതൊന്നും ഡാമേജ് അല്ല, ഒരു വൃത്തികേടും ഇല്ല. അതാണ് അതിൻ്റെ ബ്യൂട്ടി. അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ബ്യൂട്ടി. അറിയാവുന്നവർക്കറിയാം. ഇത് ഇങ്ങനെ വിലയല്ല, ഇങ്ങനെ പണിയെടുത്ത് ഉണ്ടാക്കിയെടുത്ത സാരികൾ. ഇനി മുന്താണി കാണിക്കാം. ഇങ്ങനെ ഇതാ മുന്താണി ഉണ്ടോ. നമ്മുടെ ലിനൻ്റെ മറ്റ് കളറുകളിലെല്ലാം ഇത് വരാറുള്ളതാണ്. ഇങ്ങനെ ഒരു സിൽവർ ലൈൻസ് പോകുന്ന, വീവിങ് പോകുന്ന മുന്താണി. എല്ലാത്തിനും ബ്ലൗസ് ബ്ലാക്ക് ആണ്, പ്ലെയിൻ ബ്ലാക്ക് വിത്ത് ഇങ്ങനത്തെ ഒരു ബോർഡറുമായിട്ട്. ഇനി അടുത്ത പ്രിന്റ് ഇങ്ങനെ വരും കേട്ടോ, വേറൊരു ഡിസൈൻ. ഞാൻ മടുത്തു കേട്ടോ. കുറച്ച് ദിവസം ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പരിപാടിയാണ്. താഴെ നല്ല റെസ്റ്റോറൻറ്റിൻ്റെ എന്ത് രസമാണോ, ജെറ്റ് ബ്ലാക്കിൽ ആ ഓറഞ്ചും കൂടെ എടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു അഴക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ബോർഡർ കണ്ടോ, നല്ല ഭംഗിയാണ്. പാർട്ടി വെയർ ആയിട്ടൊക്കെ എടുക്കാൻ നല്ലതാണ്. നിങ്ങൾക്കൊരു പ്രത്യേക ലുക്കായിരിക്കും. ഇതിന് ബ്ലാക്കിലല്ല ബ്ലൗസ് വരുമ്പോൾ ഇത്തരൊരു കോഫി ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ബ്ലൗസ്. ഞാൻ മുന്താണി കൂടെ കാണിച്ചു തരാവേ. ഇത് വരും മുന്താണി, കണ്ടോ മുന്താണി. ഇനി അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ തേണ്ട ഇങ്ങനെ താഴേക്ക് ലൈൻസ് ആണ് എനിക്ക് തോന്നുന്നു. എനിക്കും നല്ല നിശ്ചയമൊന്നുമില്ല.
ഏതോ ഓരോന്ന് എടുക്കുമ്പോഴേ ഏതാന്നേ വന്നതല്ലേ ഉള്ളൂ. ഈ ഓറഞ്ചിൻ്റെ കളറുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. ഒത്തിരി എടുത്ത് നിൽക്കുന്ന കളറുണ്ട്, ഇച്ചിരി മങ്ങി നിൽക്കുന്ന കളറുണ്ട്, പല കളർ ഇതിൽ വരുന്നുണ്ട്. എല്ലാം വേണ്ട ഓറഞ്ച് അല്ലെ റെസ്റ്റ് ഓറഞ്ച് തന്നെയാണ്. അതിൽ തന്നെ വ്യത്യാസപ്പെട്ട് മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ഒതുങ്ങിക്കിടക്കുന്ന ഈ ഒരു പറഞ്ഞ പോലെ സ്റ്റാർച്ച് ഒന്നും ഇല്ലാത്തൊരു ഫീലാണ് ഇതിന് തോന്നിക്കുന്നത്. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ലിനൻ്റെ ബ്യൂട്ടി എപ്പോഴും നിങ്ങൾക്ക് കണ്ടോ, ശരിക്കും ഈ ഗോൾഡ് ബ്ലാക്ക് മെറ്റലിൻ്റെ ഇതൊക്കെ ഇല്ല, ആൻറ്റിക്കിൻ്റെ ഒരു ആഭരണങ്ങളൊക്കെ ഇട്ടിടുകയാണെങ്കിൽ ഭയങ്കര ഒരു രസമാണ്. ബ്ലൗസ് ബ്ലാക്കാണ്. അങ്ങനത്തെ ഗെറ്റപ്പാണ് ഇതിന്. സത്യത്തിൽ ഗോൾഡ് അല്ല ഇതിന് ചേരുന്നത്, മുത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, മുത്ത് അല്ലെങ്കിൽ ആൻറ്റിക് ഗോൾഡ് അങ്ങനത്തെയൊക്കെ ചേരുന്നത്. ഇതായാലും നിറച്ചും ബോഡിയെ പ്രിൻ്റ് ഇല്ലാത്ത വരണം. ഇത് സാരിയെ കണ്ടിട്ട് നിങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് കിട്ടുമ്പോൾ ശ്രദ്ധിക്കാൻ ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ അസസ്മെൻറ്റിന് പോകരുത്. ഇത് നിങ്ങൾ ബ്ലൗസും തയ്ച്ച് ഉടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ അസസ്മെൻറ്റിന് പോകുള്ളൂ. സാരി ചുമ്മാ മടക്കി വെച്ചേക്കുന്നുണ്ട് നമുക്ക് തോന്നും അയ്യോ ഈ സാരി തന്നെ എങ്ങനെ, അങ്ങനെയൊക്കെ ചിലർക്ക് തോന്നും. ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും. പക്ഷേ ഇത് വിലയുള്ള ഐറ്റമാണ്. ഇത് ഇപ്പം 1299 ഒക്കെ ഇത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിനൻ്റെ ഐറ്റം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറാണ്. നമുക്ക് ഇൻഡിഗോയുടെ ഒക്കെ വരുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള കളറിലൊക്കെ വരുന്നത് ഇതാണ്. ഇത് ബോഡി, മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇത് ശരിക്കും മൊത്തം ഈ ഹാൻഡ് പ്രോസസ്സിങ് മെഷീൻ്റെ കൊണ്ടുള്ള ഒരു സംഭവമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്തൊരു പ്രത്യേകതകൾ പലതും നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്യാം. ഇനി ഇത് ഓറഞ്ചിനെ വിട്ടിട്ട് നല്ലൊരു നേവി ബ്ലൂ, ഇതും ലിനൻ തന്നെയാണ്. അതിൻ്റെ മുന്താണി വരുമ്പോൾ എന്തേണ്ട ഇങ്ങനെ വരും, കണ്ടോ. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ സിൽവർ സെറി ബോർഡർ, കണ്ടോ. നേവി ബ്ലൂ മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഇത് സിൽവർ സെറി ബോർഡർ. പിന്നെ ഇത് വന്നിട്ട് ലിനനല്ല, മൽക്കോട്ടൺ. കണ്ടോ, ബ്ലാക്കും ജെറ്റ് ബ്ലാക്കും മസ്റ്റർഡ് യെല്ലോയും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ. ലിനനല്ല കേട്ടോ. ഇതാണ് മുന്താണി. മൽക്കോട്ടനെ കൊടുക്കാൻ എന്നെ സുഖമാണെന്നറിയോ, ശരീരത്തിന് എന്നാ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ല ഇങ്ങനൊരു സാധനം. ബ്ലൗസ് കാണിച്ചാൽ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ബ്ലാക്ക് പ്ലെയിൻ, കണ്ടോ. മൽക്കോട്ടൻ്റെ തന്നെ സ്റ്റഫ്. കയ്യെ വെക്കാനുള്ള സാധനം ഉണ്ടോ എന്ന് നോക്കട്ടെ. കയ്യെ വെക്കാനില്ല, സെയിം പ്ലെയിൻ തന്നെയാണ്. ബോർഡർ ഈ ഒരു ബോർഡർ ഉണ്ട്, കയ്യെ വെക്കാനില്ലെന്നല്ല, ഉണ്ട്. ഇത് ഇതാണ് കയ്യെ വെക്കാനുള്ള ബോർഡർ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ 3 വീഡിയോ എടുത്ത് തീർത്തു. ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളപ്പോൾ നമ്മൾ ആകെപ്പാടെ പ്രാന്തായിപ്പോവും. എല്ലാവർക്കും ഉള്ളതല്ലേ, പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് അല്ലേ. വർക്കിംഗ് വിമൻസ് ആയിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ഒത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചാണ്. എന്തോരം സാക്കറ് ഫേസ് ചെയ്യുന്നുണ്ട്, എന്തോരം ഓടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ. അതൊന്നും വിഷമിക്കേണ്ട. ഈ പറഞ്ഞ പോലെ നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ വിയർപ്പണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അതിന് തക്കതായ പ്രതിഫലം നിനക്ക് ലഭിക്കും എന്നോർത്താൽ മാത്രം മതി. നമ്മുടെ ഓട്ടം പൂർത്തിയാക്കുന്ന സമയത്ത് സന്തോഷമായിട്ട് പൂർത്തിയാക്കാം അല്ലേ. നല്ല എന്തെങ്കിലുമൊക്കെ ചെയ്തു, എന്തെങ്കിലുമൊക്കെ നേടി എന്നുള്ള ഒരു ഇത്, നേട്ടമല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളൊരു ആത്മസംതൃപ്തിയാണല്ലോ അതിനകത്ത് വലിയ കാര്യം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.